പക്ഷേ ബിഗ് ബോസ് സീസൺ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്റർടൈൻമെന്റ് ഫീൽഡ് നമ്മുടെ നാട്ടിലെ ഇതിലൊക്കെ കയറണമെങ്കിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണമെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എസ്പെഷ്യലി ഫീമെയിൽസിനാണ് അത് കൂടുതലും വേണ്ടി വരുന്നുള്ള ഒരു ആരോപണം അഖിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അത് നമ്മളിന്ന് കേട്ട കാര്യം കണ്ട കാര്യമൊന്നും അല്ലല്ലോ. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ അതൊക്കെ നിയമപരമായിട്ടുള്ള അല്ലേ? അല്ലെങ്കിൽ ഇവർ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. അവരൊന്ന് പറയട്ടെ, അവരെ നിങ്ങളുടെ പിന്നെ അതായത് ഇവിടെയുള്ള എല്ലാ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ വായായിട്ട് വേറൊരാൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. കാര്യം ഒന്നുമില്ലെങ്കിലും ഉണ്ട ചോറിന് നന്ദി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. മിനിമം മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം മടക്കി പൂട്ടിക്കെട്ടി വെച്ചിട്ട് എനിക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഈ നമ്മളത് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടു, അപ്പൊ മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. കഴിഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്, ഇതൊക്കെ ആദ്യമേ പറയണ്ടേ? കപ്പൊക്കെ എടുത്ത് തൂരി പറഞ്ഞിട്ട് അപ്പഴേ പറയണ്ടേ ഇവിടെ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ട. എനിക്ക് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. നിലപാടില്ലാത്ത ആൾക്കാരാണ് ബ്രോ ഇവരൊക്കെ, മനസ്സിലായോ? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഉദാഹരണത്തിന് ഈ ഇവിടെ ലുലു മാളിന്റെ ഫ്രണ്ടിൽ ചെന്ന് മുണ്ടുമുക്കി കാണിക്കുക ഇതിനെക്കാലം ഇത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ്, അതേ നാണയത്തിൽ തന്നെയാണ് അവൻ തിരിച്ചടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് പിന്നെ ബിഗ് ബോസിനെ പോലെ ഇത്രയും മഹത്തേറിയ ഒരു ഷോ ഇല്ലാന്ന്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പുള്ളിക്കാരൻ തന്നെ പറയണ് ഇത് കംപ്ലീറ്റ് ഉടായിപ്പാണെന്ന് പറഞ്ഞു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. പല സ്റ്റേറ്റ്മെന്റുകളും അഖിൽമാരാറിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരാർ എന്നെ ചെയ്യുന്ന കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പോട്ടെന്നാ.